രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി അതായത് AAF പദ്ധതിയുടെ കാലാവധി മാർച്ച് മാസത്തിൽ അവസാനിക്കുകയാണ്. കേരളത്തെ കർഷകരെയും കാർഷിക സംരംഭകരെയും കാത്ത് ഈ പദ്ധതിയിൽ 1101 കോടി രൂപ ഇപ്പോഴും ബാക്കിയുണ്ടെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 5 വർഷം മുൻപ് ആരംഭിച്ച ഈ പദ്ധതിയിൽ കർഷകർക്ക് കൂടുതൽ നിക്ഷേപം നടത്താനും വിളവെടുപ്പിന് ശേഷമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കുന്ന സുപ്രധാന ധനസഹായമാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ സംഭരണ കേന്ദ്രങ്ങൾ, സംസ്കരണ യൂണിറ്റുകൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ വിളവെടുപ്പാനന്തര സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഈ നിധിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാന ടീം ലീഡർ DS ബിജുകുമാർ പറയുന്നതനുസരിച്ച് കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം ലഭ്യമാക്കുക എന്നതാണ് നിധി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിലൂടെ 2 കോടി രൂപ വരെ വായ്പയെടുക്കാൻ സാധിക്കും. വായ്പകൾക്ക് പരമാവധി ഈടാക്കാവുന്ന പലിശ 9%. ഇതിൽ 3% പലിശ കേന്ദ്ര സർക്കാർ ബാങ്കിന് സബ്സിഡിയായി നൽകും. വായ്പകൾക്ക് 2 വർഷം വരെ മൊറട്ടോറിയം ലഭിക്കും. കൃഷി, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ, ഹൈടെക് കൃഷി എന്നിവയ്ക്ക് അധിക ഈടില്ലാതെ വായ്പ ലഭിക്കും. വ്യക്തികൾ, ചാരിറ്റബിൾ സൊസൈറ്റി അല്ലാത്ത കാർഷിക സംഘടനകൾ, കർഷക സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്കെല്ലാം വായ്പ അപേക്ഷിക്കാം. അപേക്ഷകന്റെ സിബിൽ സ്കോർ പരിഗണിക്കപ്പെടും. അപേക്ഷകന് എത്ര ഭൂമി വേണമെന്ന കാര്യത്തിൽ നിബന്ധനയില്ല. വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കണം. AIF ടീം പരിശോധിച്ച ശേഷം അപേക്ഷകൾ ബാങ്ക് ശാഖയിലേക്ക് കൈമാറും. ധാന്യം, പഴങ്ങൾ, പച്ചക്കറികൾ, എണ്ണക്കുരു, പയറുവർഗം, കരിമ്പ്, കൊക്കോ, കാപ്പി, കശുവണ്ടി, മുരിങ്ങയില, തേയില, റബ്ബർ, ഔഷധവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കൂൺ എന്നിവയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾക്ക് വായ്പ ലഭിക്കും. കൂടാതെ വെർട്ടിക്കൽ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, പോളി ഹൗസ്, ഗ്രീൻ ഹൗസ്, കാർഷിക ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങൾക്കും ഈ നിധി പ്രയോജനപ്പെടുത്താം. 2020 ആരംഭിച്ച ഈ പദ്ധതിയെക്കുറിച്ച് ആദ്യത്തെ 3 വർഷം കർഷക സംരംഭകർക്ക് കാര്യമായി അറിഞ്ഞിരുന്നില്ല. മാർച്ച് വരെ 2520 കോടിയാണ് വായ്പയായി നൽകാവുന്നത്. ഇതുവരെ 4163 അപേക്ഷകളിലായി 1419 കോടിയാണ് അനുവദിച്ചത്. ഇതിൽ ഇനിയും 1101 കോടി രൂപ ലഭ്യമാണ്.